ഓരോ തിഥിയിലും ജനിച്ചാലുള്ള ഫലങ്ങളെക്കുറിച്ച് നേരത്തെ വീഡിയോകൾ ഇട്ടിരുന്നേ. അതിൽ പഞ്ചമി തിഥിയിൽ ജനിച്ചാലുള്ള ഫലങ്ങളാണ് പറയുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിരിക്കുന്നത് കാട്ടുമേക്കാവിലോട്ട് പോകുന്ന വഴികളാണ്. അവിടെ അഴീക്കൽ ബീച്ചിൻ്റെ മനോഹാരിതയാണ്. അഞ്ചാമത്തെ ചന്ദ്രദിനമാണ് പഞ്ചമി. അത് കൃഷ്ണപക്ഷവുമുണ്ട് ശുക്ലപക്ഷവുമുണ്ട്. കൃഷ്ണപക്ഷം എന്ന് പറഞ്ഞാൽ ഈ പൗർണമി കഴിഞ്ഞ് വരുന്ന തിഥിയാണ്. പഞ്ചമി ഒരു പൂർണ്ണ തിഥിയാണ്. തിഥികളിൽ ഏറ്റവും പുണ്യമായ തിഥി എന്ന് പലരും പറയുന്നത് പഞ്ചമിയാണ്. ഇത് ധനത്തിന്റെ തിഥി എന്നാണ് അറിയപ്പെടുന്നത്. ഇതിനെ അതുകൊണ്ട് ശ്രീമതി അല്ലെങ്കിൽ ലക്ഷ്മിപ്രദ എന്നും പറയാറുണ്ട്. പഞ്ചമി വ്യാഴാഴ്ച വരികയാണെങ്കിൽ നല്ലതെന്നും ശനിയാഴ്ച വരികയാണെങ്കിൽ അത്ര നല്ലതല്ലെന്നും ഞായറാഴ്ചയും ഇച്ചിരി കുഴപ്പമാണ് എന്ന് പറഞ്ഞാൽ നല്ലതല്ലെന്നല്ല, അത്രയും ഗുണഫലം തരികയില്ല. പിന്നെ വായു തത്വമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു സ്വഭാവത്തിൽ എപ്പോഴെപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമായിരിക്കും. അഭിപ്രായങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണാം. അത് ഒരു കറക്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. പഞ്ചമി തിഥിയുടെ അതിദേവത നാഗം അല്ലെങ്കിൽ സർപ്പമാണ്. നിത്യദേവി പത്നി വാസുനിയാണ്. തിഥിയുടെ അധിപൻ ഗുരുവാണ്. നാഗം അതിദേവതയായതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ല ജ്ഞാനം കാണും, നല്ല ബുദ്ധിശക്തി കാണും. പിന്നെ ഈ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ള രീതിയിലുള്ള പ്രപഞ്ച സത്യങ്ങളില്ലേ, അതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് കാണും. പിന്നെ ചിലർ പറയുന്നത് ഇവർക്ക് ഇത്തിരി പക കൂടുതലായിരിക്കുമെന്നാണ്. അങ്ങനെ കണ്ടിട്ടില്ല. നക്ഷത്രം ലഗ്നമൊക്കെ അനുസരിച്ച് വ്യത്യാസം വരുമേ. പിന്നെ ഇവർക്ക് ഒട്ടും ക്ഷമ കാണത്തില്ല, ഒന്നിനും പെട്ടെന്ന് തന്നെ എല്ലാം നേടണം അങ്ങനെയൊക്കെ. പിന്നെ ചില സമയത്തൊക്കെ ഇവർക്ക് ഒരു ഇറിറ്റേഷൻ പോലെ എപ്പോഴും ഇങ്ങനെ ദേഷ്യം വരുന്നതായിട്ടൊക്കെ കാണാം. ഇവർ മറ്റുള്ളവരെ ഓവറായിട്ട് ക്രിറ്റിസൈസ് ചെയ്യുന്നവരായിരിക്കും. പെട്ടെന്ന് വളരെ പെട്ടെന്ന് നമുക്കൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു 10 ഇരട്ടി സ്പീഡിൽ ഇവർക്കെല്ലാം ചെയ്യാൻ സാധിക്കും. ഇവർ ഭയങ്കര അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. പുതിയ പുതിയ കാര്യങ്ങൾ, എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങളിലോട്ട് ഇവരുടെ ശ്രദ്ധ തിരിഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ ഈ ചെറിയ വഴക്കുകളൊക്കെ ഇല്ലേ, കുടുംബ വഴക്കുകൾ പോലും താങ്ങാനുള്ള ഒരു കഴിവ് ഇവർക്ക് കാണുകയില്ല. പിന്നെ ആണെങ്കിൽ ഇവർക്ക് ഹെൽത്ത് പരമായിട്ട് ഇവർക്ക് ചെറിയ ഞരമ്പ് സംബന്ധമായ അസുഖങ്ങളും പിന്നെ ചർമ്മ സംബന്ധമായ അസുഖങ്ങളും പിന്നെ ഡൈജഷൻ സംബന്ധമായ അസുഖങ്ങളും വരാനുള്ള സാധ്യതയുണ്ട്. പഞ്ചമി തിഥി ബുധനുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെ ഇവർക്ക് കമ്മ്യൂണിക്കേഷനിലും പിന്നെ ക്രിയേറ്റിവിറ്റിയിലും ഒക്കെ വളരെയധികം ടാലന്റ് കാണും. അവർ വളരെ ബുദ്ധിയുള്ളവരായിരിക്കും ഈ തിഥിയിൽ ജനിച്ചവർ. ഇവരുടെ ഗ്രഹനില എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ബുധന് വളരെയധികം പ്രാധാന്യമുള്ളതായിട്ട് കാണാം. ഒന്നിൽ ബുധ നക്ഷത്രത്തിന് ജനിച്ചതായിരിക്കും, അല്ലെങ്കിൽ രാശി ബുധൻ ഗ്രഹത്തിൻ്റെതായിരിക്കും. ഇങ്ങനെ വളരെയധികം പ്രാധാന്യം കാണും. അതുകൊണ്ട് തന്നെ നല്ലതുപോലെ കമ്മ്യൂണിക്കേഷനുള്ള കഴിവ് കാണും. അതായത് മറ്റുള്ളവരെ പെട്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് കാണും. അതുപോലെ ക്രിയേറ്റിവിറ്റി വളരെയധികം കൂടുതലായിരിക്കും, ബുദ്ധിശക്തി കൂടുതലായിരിക്കും. പിന്നെ കാര്യങ്ങൾ വിശകലനം ചെയ്ത് അത് മനസ്സിലാക്കാനുള്ള വളരെ ഇവരുടെ ബുദ്ധിയൊക്കെ വളരെ ഷാർപ്പായിരിക്കും. അതുപോലെ എത്ര കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവർക്ക് പെട്ടെന്ന് തന്നെ അങ്ങ് സോൾവ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരു വലിയ കഴിവ് ഇവർക്കുണ്ട്. കണക്കിലൊക്കെ വളരെ ബ്രില്യൻ്റ് ആയിരിക്കും ഇവരെ. നമ്മൾ വളരെയധികം ടൈം എടുത്ത് മനസ്സിലാക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർ ഒന്ന് നോക്കിയാൽ മതി, ഇവർക്ക് മനസ്സിലാവും. ഇവർക്ക് കോൺഫിഡൻസ് വളരെ കൂടുതലായിരിക്കും, ഓവർ കോൺഫിഡൻസ് ഉണ്ടാകാൻ നോക്കണം. പിന്നെ ഇവർ ലക്ഷ്യബോധമുള്ളവരായിരിക്കും. ഇവർ ആ ലക്ഷ്യത്തിന് വേണ്ടി വളരെയധികം പ്രവർത്തിക്കുന്നവരായിരിക്കും. ചെയ്യുന്ന ജോലിയിൽ വളരെ കെയർഫുൾ ആയിരിക്കും. ഇവർക്ക് ആ കോൺസെൻട്രേഷൻ അവർക്ക് വളരെയധികം കൂടുതലായിരിക്കും. ഇവരുടെ ഒരു വലിയ കുഴപ്പമെന്ന് പറയുന്നത് ഇവർ ഭയങ്കര മടിയന്മാരായിരിക്കും. അത് ഇവർക്കൊരു വലിയ കുഴപ്പമാണ്. അതുപോലെ മറ്റുള്ളവർക്ക് പെട്ടെന്ന് ഇവരെ വിഡ്ഢികളാക്കാനൊന്നും പറ്റുകയില്ല. അവരുടെ കുടുംബവുമായിട്ട് ഒന്നിച്ച് ജീവിക്കാനാണ് ഇഷ്ടപ്പെടുക. എല്ലാവരും അങ്ങനെയല്ലേ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ചിലർ കുടുംബത്തിൽ നിന്ന് പുറത്തു പോകാനും അതായത് വിദേശങ്ങളിലൊക്കെ പോകാനുമായിരിക്കും ഇഷ്ടപ്പെടുന്നത്. ഇവരും അങ്ങനെ പോവുകയാണെങ്കിൽ പോലും കുടുംബത്തെ കൊണ്ടുപോകണമെന്നുള്ളൊരു താല്പര്യം കാണും. അതായത് ഉന്നത വിദ്യയൊക്കെ ചിലപ്പോൾ വിദേശത്തായിരിക്കാനുള്ള സാധ്യതയുണ്ട്. മാതാപിതാക്കളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഇവരുടെ പ്രവൃത്തികളെല്ലാം തന്നെ മറ്റുള്ളവർ വളരെയധികം പുകഴ്ത്തും. അതായത് മറ്റുള്ളവർക്ക് പെട്ടെന്ന് മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള ഒരു വലിയ കഴിവ് ഇവർക്ക് കാണും. എപ്പോഴും നീതിയുടെ പക്ഷത്തായിരിക്കാനായിരിക്കും ഇവർക്ക് ഇഷ്ടം. ഓർക്കുക, വ്യാഴാഴ്ച വരുമ്പോൾ സിദ്ധയോഗവും ശനിയാഴ്ച വരുമ്പോൾ മൃത്യുയോഗവുമാണ്. അതുകൊണ്ട് തന്നെ ശനിയാഴ്ചകളിൽ വരുന്ന അത്ര നല്ലതല്ല. അത് നമ്മൾ അത്ര കണക്ക് കൂട്ടണ്ട. കാരണം ചിലർ പറയുന്നത് ഞായറാഴ്ച വരുന്നത് നല്ലതല്ലെന്നാണ്. എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കാൻ പറഞ്ഞതേ ഉള്ളൂ.
മറ്റുള്ളവരെ സഹായിക്കാൻ ഇവർക്ക് വളരെയധികം താല്പര്യം കാണുമേ. ആത്മവിശ്വാസം കൂടുതൽ കൊണ്ടുള്ള ചില കുഴപ്പങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ ശുക്ലപക്ഷത്തിൽ ജനിച്ചവർക്ക് കൂടുതലും കൃഷ്ണപക്ഷത്തിൽ ജനിച്ചവർക്ക് കുറവായിരിക്കും. അതായത് ശുക്ലപക്ഷത്തിൽ ജനിച്ചവർ വളരെ അങ്ങ് എക്സ്ട്രോവേർട്ടാവുമ്പോൾ കൃഷ്ണപക്ഷത്തിൽ ജനിച്ചവർ അന്തർമുഖരായിരിക്കും. ഇവർ വളരെ റൊമാൻറ്റിക് ആയിരിക്കും. അതുപോലെ ഈ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തത്തില്ലേ, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ, അതിനൊക്കെയുള്ള കഴിവുണ്ട്. പക്ഷെ മടിയാണ് ഒരു വലിയ പ്രശ്നം. അതുപോലെ തന്നെ ചിലർ പറയുന്നത് ചന്ദ്രനാണ് പഞ്ചമതിഥിയുടെ അധിപൻ എന്നാണ്. ഗുരുവിന്റെയും ചന്ദ്രന്റെയും ബുധന്റെയും എല്ലാം ക്വാളിറ്റീസ് ഇവർ കാണിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾക്ക് ഒരു നല്ല തിഥിയാണ് പഞ്ചമി. ഇതിൽ ആഘോഷിക്കുന്ന പ്രധാന ഉത്സവങ്ങൾ ഋഷിപഞ്ചമി, രംഗപഞ്ചമി, നാഗപഞ്ചമി. ജോലികൾ നോക്കുകയാണെങ്കിൽ ബുധനുമായി ബന്ധപ്പെട്ട ജോലികളാണ് ഇവർക്ക് നല്ലത്. അത് പിന്നീട് പറയുന്നതായിരിക്കും. ഇവരാണെങ്കിൽ ക്ഷമാശീലം വളർത്തിയെടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അതായത് കാത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കാത്തിരിക്കാനുള്ള ഒരു ക്ഷമയില്ല. അതുപോലെ തന്നെയാണെങ്കിൽ മടി മാറ്റേണ്ടതും അത്യാവശ്യമാണ്. മടിയാണെങ്കിൽ വളരെയധികം കുഴപ്പങ്ങളല്ലേ. മഹാദേവൻ കൈലാസത്തിൽ വന്നത് ഈ ദിവസമാണെന്ന് പറയുന്നത് കൊണ്ട് തന്നെ മഹാദേവനെ പൂജിക്കുന്നത് വളരെയധികം നല്ലതാണ്. അതുപോലെ നാഗദൈവങ്ങളെയും സരസ്വതി ദേവി ജനിച്ചതും ഈ തിഥിയിലാണെന്ന് പറയുന്നു. അതുകൊണ്ട് പൂജിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് പഞ്ചമി തിഥി നല്ലതാണ്. പക്ഷെ പണം കടം കൊടുക്കരുത്. ഓം നമഃ ശിവായ.